നമസ്കാരം പ്രിയമുള്ളവരെ, ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതിന് പറയുന്ന പേരാണ് യൂഫോർബിയ ഇനത്തിൽപ്പെട്ട ഒരു യൂഫോർബിയ സ്പ്ലെൻഡൻസ് എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ പേര്. ഇതിൻ്റെ ഒരു കറയുണ്ട്. ഈ ഒരു പ്ലാന്റ്സ് ഇപ്പം നിലവിൽ അധികം എല്ലായിടത്തും നേരത്തെ വളരെ പ്രചാരമേറിയ ഒരു പ്ലാന്റ്സ് ആയിരുന്നു. ഇതിന് ഒരു പേരുദോഷം ലഭിച്ചു. അതിനുശേഷം ഇതധികം ആരും വളർത്തുന്നില്ല. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ധാരാളം വെയിലുള്ള സ്ഥലത്ത് മാത്രമാണ് ഇത് വളരുന്നത്. ഇതൊരു കള്ളിമുൾ ചെടി എന്നൊക്കെയാണ് ഇതിൻ്റെ പേര്. എന്നാലും ഇതിന് ധാരാളം ഫ്ലവേഴ്സ് ഉണ്ടാവും. ഇത് എത്രമാത്രം നമ്മളിതിന് സൺലൈറ്റ് കൊടുക്കുന്നു അത്രമാത്രം ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവും. പിന്നെ ഇതിന് ഒരു പേരുദോഷം വന്നതെന്ന് പറഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ കറ വീണ് കഴിഞ്ഞാൽ ശരീരത്തിൽ ക്യാൻസർ സെല്ലുകൾ വന്ന് ക്യാൻസർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ന്യൂസ് ധാരാളമായി പത്രങ്ങളിലും മീഡിയകളിലും പ്രചരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇതാരും നട്ട് വളർത്താതെ ആ സാഹചര്യത്തിൽ ഞങ്ങൾ ഈ കേരള അഗ്രികൾച്ചറിൻ്റെ ആൾക്കാർ ഞങ്ങൾക്ക് ഉള്ള കുറച്ച് ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് ഇതിൻ്റെ പ്ലാന്റ്സിൻ്റെ ഫോട്ടോ എടുത്ത് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ ഇതിൻ്റെ ഒരു ബ്രാഞ്ചസൊക്കെ എടുത്ത് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുകയും ഇങ്ങനൊരു പ്രശ്നമുണ്ടോ, ഇതിൻ്റെ കറ വീണ ആളുകൾക്ക് പിന്നെ ക്യാൻസർ ഉണ്ടാകുന്നോ എന്നറിയാൻ വേണ്ടി സബ്മിറ്റ് ചെയ്തു. യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്തപ്പോൾ അവിടുന്ന് കിട്ടിയ റിസൾട്ട് പ്രകാരം ഈ ഒരു യൂഫോർബിയ ഇനത്തിൽപ്പെട്ട കാട്ടുചെടി ആഫ്രിക്കയിലുള്ള പ്ലാന്റ്സിൻ്റെ പ്രശ്നമാണ്. കറ വീണാലാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. ഇത് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അപ്പോൾ ഈ പ്ലാന്റ്സ് നേരിട്ട് വളരെ മനോഹരവും വ്യത്യസ്ത കളറിലായിട്ടും അവൈലബിലിറ്റിയുള്ള മനോഹരമായൊരു പ്ലാന്റ്സാണ്. യാതൊരു പ്രശ്നവുമില്ല. എല്ലാവരും വെച്ച് വളർത്തുക. അതിൻ്റെ പിന്നെ തണ്ടെടുത്തിട്ടാണ് മുറിച്ച് കട്ടിങ്സ് എടുത്തിട്ടാണ് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും യൂഫോർബിയ നടുക, നന്നായി വെയിൽ കൊള്ളിക്കുക, അതോടൊപ്പം തന്നെ നനവും കൊടുക്കുക. യൂഫോർബിയ പ്ലാന്റ്സ് കൃഷി ചെയ്യുക. യാതൊരുവിധ പ്രശ്നവുമില്ല. എല്ലാവരും ട്രൈ ചെയ്യുക.